എന്താ നോക്കുന്നേ? ഈ സാരി എവിടെന്ന്? ഓ അതൊക്കെ ഇപ്പൊ അറിയണം. നമുക്ക് കല്യാണത്തിന് വേണ്ടേ? വാ. ഈ സ്വർണ്ണ ഈ മാലയൊക്കെ എവിടെന്ന്? നീ എവിടെന്നേലും മോട്ടിച്ചാ? അയ്യേ മോട്ടിക്കൊന്നുമില്ല. നമ്മുടെ മാമാടെ മോന്റെ കല്യാണം ഇല്ലായിരുന്നോ? അപ്പൊ 50 പവനല്ലേ കൊടുത്തത്. അപ്പൊ അവര് പറഞ്ഞില്ലേ 500 പവൻ തോന്നിക്കണോന്ന്. പിന്നെ കൊറേ റോൾഡ് ഗോൾഡ് വാങ്ങിയിട്ട് അവരെ അഴിച്ചു വെച്ചപ്പോ 2 ഞാൻ അടിച്ചു മാറ്റി. കൂടുതലൊക്കെ എനിക്കണ്ട. ഇപ്പൊ സ്വർണ്ണം ഉള്ളോ എനിക്കാ വില. ഒരു പവൻ എത്ര രൂപയെന്നറിയാവോ? 75,000 രൂപ. നിങ്ങൾ വരുന്നോ? ഇതാരെങ്കിലും വലിച്ചു പൊട്ടിച്ചോണ്ടോ സ്വർണ്ണം എന്ന് പറഞ്ഞു? നീ ഊരി വെച്ചിട്ട് വായന്റോടാ. കല്യാണത്തിനാ പോകുന്നത്. അവിടെ വരുന്നവരാരൊക്കെന്നറിയോ? എന്റെ കസിൻസ്. അവരൊക്കെ കണ്ടിട്ട് എന്നെ കണ്ണ് തെള്ളണം. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അയ്യേ അവളാ എന്നെ എപ്പോഴും അവരൊക്കെ ലോക്കലായിട്ടാ കാണുന്നത്. അവരെ മുമ്പേ അങ്ങനെ കാണിക്കില്ല. ഇതൊക്കെ ഇട്ടുണ്ടോ അവരായിരിക്കും ഇത്രയും ദൂരെയല്ലേ ഞാൻ താമസിക്കുന്നത്. അപ്പൊ ആയിരിക്കും ഓ അവള് പൈസ കൊയ്യുവാണെന്ന്. അപ്പോഴേ അവരെ കണ്ണ് തള്ളുന്നതിന് മുമ്പ് നിന്റെ കണ്ണ് തള്ളാതിരിക്കാൻ ഫോളോ മീ. അവിടെ ചെന്നിട്ട് വയ്ക്കാം പോരെ. നമുക്കൊരു കോട്ട് വാങ്ങിയിട്ടായിരുന്നു. ആ രാമൻ ചേട്ടന്റെ അടുത്ത് അലക്കുന്ന കോട്ടുണ്ടായിരുന്നേനെ വാടകയ്ക്ക്. ഒരു നാറ്റമല്ലേ? നാറ്റൊന്നുമില്ല. അത് അവരവിടെ കൊണ്ടുപോയി അലക്കിക്കോളും. കുഴപ്പമൊന്നുമില്ല. അപ്പൊ സാരി രാമൻ ചേട്ടന്റെ അലക്കുന്നതിന് മുമ്പ് നീ എടുത്തിട്ടുണ്ടോ? എന്തോ ഒരു നാറ്റം. അത് ഞാൻ സ്പ്രേ അടിച്ചോളാം. പിന്നെ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു കോട്ട് വാങ്ങിയിട്ടായിരുന്നു. വലിയ ബിസിനസ്സുകാരനാന്നോ ഞാൻ എല്ലായിടത്തും പറഞ്ഞേക്കുന്ന. എക്സ്പോർട്ട്. എന്ത് കപ്പലിന്റെയും കച്ചവടം? നിങ്ങൾ ചന്തയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കച്ചവടം ചെയ്യുവാന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ അണ്ടിപ്പരിപ്പൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന മിണ്ടാതിരിയാണ്ടെങ്കിൽ എന്റെ ഫോൺ കണ്ട. ഇത് ഐഫോണിന്റെ കവറാ. ഫോണല്ലേ? ആരെങ്കിലും കൊടുക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാം എന്റെ ഫോൺ പറ്റിക്കാൻ വിടുകയാ. നീ പറഞ്ഞു എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും എന്ന് മാത്രമേ പറഞ്ഞു. ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്തിനാണ് ഇരിക്കാം. ഫുഡ് ലാസ്റ്റ് മതി. ഇപ്പൊ വേണ്ട. ഇതൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ? മതി. എനിക്ക് വിശക്കുന്നത് കഴിക്കാടി. നാണം കെടുത്തല്ലേ? നാണം കെടുത്തല്ലേ? ഞാൻ ചോറ് തിന്നാനാ വന്നത്. കങ്കാലൊക്കെ ഇരിക്കുന്നു. കൊതി വരുന്ന അതൊക്കെ അവര് കഴിക്കട്ടെ. ഇപ്പൊ പോയി കഴിക്കണ്ടേ? നാണക്കേടാണ്. എനിക്കും വിശക്കുവാണ്. ഞാൻ പിന്നെ മിണ്ടായിരിക്കല്ലേ. എല്ലാരും വിളിച്ച് നമ്മളെ കൊണ്ട് ഇരുത്തുമ്പോ നമുക്ക് കഴിക്കാം. അതുവരെ കഴിക്കാൻ പോണ്ട. അത് കൂളിംഗ് ഗ്ലാസ് വെക്കാതെ എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. AC എന്താ ഇത് കുറച്ചിട്ടിരിക്കുന്നോ? വീട്ടിൽ AC ഇല്ലല്ലോ. കറച്ചിട്ടിരിക്കുന്നു. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങനേ എന്തോ ചൂടാ. അടുക്കളയിൽ ചെന്ന കരിയും കലത്തിൽ കിടക്കുന്ന ഒരാളുടെ എക്സ്പോർട്ട്. ആർക്ക്? എനിക്കാ? എല്ലാ സാധനവും എക്സ്പോർട്ട് ഇല്ലേ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറ്റി വിടുന്നതിന്റെ അങ്ങോട്ട് ഏതോ കച്ചവടം തന്നെ. ഓ മിണ്ടാതിരി. എക്സ്പോർട്ട് എല്ലാ രാജ്യത്തേക്കും ഉണ്ട്. ഒരു രാജ്യത്തല്ല, എല്ലാ രാജ്യത്തേക്കും ഉണ്ട്. എനിക്ക് എന്നെ കാണാൻ കിട്ടത്തില്ല. വീട്ടിൽ വരലൊക്കെ കുറവാ. ഏതെങ്കിലും ഓടയിലല്ല. അല്ല ഓടയിലല്ല, ഹോട്ടലിലായിരിക്കും. ഹോട്ടലില് അയ്യോ നമ്മളെ വണ്ടിയുടെ നമ്പറല്ലേ വിളിച്ചു പറയുന്നത്? നിങ്ങളത് റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്താ എടുത്ത് മാറ്റാൻ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ എടുത്തോണ്ട് പോകുന്നു. ഞങ്ങളുടെ വണ്ടിയല്ല. അല്ല ഞങ്ങളുടെ വണ്ടി BMW. അതിന്റെ ബാക്കിൽ എഴുതി വെച്ചേക്കുന്ന എനിക്കറിയാലോ. നിങ്ങളെ പാട്ട വണ്ടി എടുത്തോണ്ട് പോകാനാണ് അവിടെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ചെയ്യുന്നത്. ഇപ്പൊ പോവല്ലേ നാണം കെടും. അവരൊക്കെ പുറത്തോട്ട് ഇറങ്ങിയ സമയം. അടിക്കാൻ പൈസ ഇല്ല. എന്റെ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാന്ന് എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേ ഒന്നുമില്ല. നടന്നു പോകേണ്ടി വരും. ബസ് കൂലിക്കും പൈസ ഇല്ല. മുനിസിപ്പാലിറ്റിക്കാർ എടുത്തോണ്ട് പോകും വണ്ടി.
അവിടെ ഫുഡൊക്കെ തീർന്നെന്ന് തോന്നുന്നോ എല്ലാം പറക്കുന്ന. നീ സാറല്ല കഴിക്കാൻ വരുന്നെങ്കിൽ വാ, എനിക്കോ ഞാൻ പോയി കഴിക്കാൻ പോണ്. വേണ്ട. ഇവിടെ കഴിഞ്ഞാ കിട്ടത്തില്ലടി. നീ വാടി. എന്നെ- നീ വേണമെങ്കിൽ വന്ന് ഇപ്പൊ പോവല്ലേ? അളിച്ചു വാരി തിന്ന ബിരിയാണി കണ്ടിട്ടില്ലേ മനുഷ്യനെ നാണം കെടുത്തും. അയ്യോ അണിച്ചു വാരുന്നു. എല്ലാം കൂടെ എടുക്കും, എല്ലാം കൂടെ എടുക്കാതെ കുറച്ച്. അയ്യോ, നാണം കെട്ട്. പോയി അടിച്ചു വാരി തിന്നുന്നു. ഏ ഞാൻ പോയി കഴിച്ചു. വയറ് വീത്ത് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ ചോറ്, ബിരിയാണി എല്ലാം ഉണ്ട്. പൊരിപ്പെല്ലാം ഉണ്ട്. അവിടെ എല്ലാം തീർന്നല്ല. ലാസ്റ്റ് നിനക്ക് ഞാൻ ഓടിച്ചൊരു വട എടുത്ത് അത് നിനക്ക് പിടിച്ചോ. ഞാൻ വിളിക്കില്ലേ, പിടിച്ചോ തിന്ന്. ഞാനിവിടെ നിന്നില്ലെങ്കിലേ എല്ലാരും എന്നെ കാണത്തില്ലല്ലോ. ഞാൻ ഇത്ര ഇട്ടോണ്ട് വന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ നിക്കാതെ എങ്ങനെ പോയി കഴിച്ചോണ്ടിരുന്നോ എന്നെ കാണത്തില്ല. അതുകൊണ്ടോ ഞാൻ ഇങ്ങനെ എല്ലാരും ചോദിക്കാൻ വേണ്ടി പട്ടുസാരിയും സ്വർണ്ണവും ഒക്കെ ഇട്ടോണ്ട് വന്നിരുന്നു. ഇത്രേ ഒരുങ്ങി വന്ന ഈ ഒരു വട തിന്നാനാ നീ? എനിക്ക് വേറെ വീട്ടിൽ പോയി പഴഞ്ചോറ് തിന്നാ നീ. വാ.